കിഴക്കൻ വെള്ളം കൂടി എത്തിയതോടെ കുട്ടനാട്ടിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, ഇന്ന് രാവിലെ മുതൽ മഴ അല്പം മാറി നിൽക്കുന്നത് വലിയ ആശ്വാസമാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി അവിടെ? ആര്യ പറഞ്ഞതുപോലെ രാവിലെ മുതൽ കാര്യമായ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. കുട്ടനാട്ടിലെ പോലേക്കാൾ രൂക്ഷമാണ് അപ്പർ കുട്ടനാട്ടിലെ സാഹചര്യങ്ങൾ. അവിടെ പള്ളിപ്പാട്, ചെന്നിത്തല, മാന്നാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചെങ്ങന്നൂർ, ഒപ്പം തന്നെ കാർത്തികപ്പള്ളി, ചേർത്തല തുടങ്ങിയ താലൂക്കുകളിലായിട്ടാണ് 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. തീരമേഖലയിലും ഇന്നലത്തെ അപേക്ഷിച്ച് കാര്യമായിട്ടെന്ന് പറയുമ്പോൾ ഇന്നലത്തെ അപേക്ഷിച്ച് തിരയിൽ ശക്തിക്ക് അല്പം കുറവുണ്ടെന്നാലും കടൽ കയറുന്നുണ്ട്. ആളുകളൊക്കെ വലിയ ഭയത്തിലാണ്. കുട്ടനാട്ടിൽ മുൻപ് നമ്മൾ കാണുന്ന രീതിയിലുള്ള കാര്യമായ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ തോട്ടപ്പള്ളി സ്പില്ലേ തുറന്നിട്ടതുകൊണ്ട് വെള്ളം വേഗത്തിൽ കടലിലേക്ക് ഒഴിച്ചു പോകുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വലിയ ദുരിതത്തിലേക്ക് പോയിട്ടില്ല. എന്നാലും പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. വ്യാപകമായ രീതിയിൽ വെള്ളം കയറിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഏതായാലും മഴ മാറി നിൽക്കുകയാണ്. കിഴക്കൻ വെള്ളം പത്തനംതിട്ടയിലും ജില്ലയിൽ മറ്റും പെയ്യുന്ന വെള്ളമാണ് പമ്പയിലും അച്ചൻകോവിലാറിലൂടെയും ഒക്കെ ഒഴുകി കുട്ടനാട്ടിലേക്ക് എത്തുന്നത്. നീരൊഴുക്ക് ശക്തമാണ്. രാവിലത്തെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ളൊരു ജലനിരപ്പ് പുഴകളിൽ ഉയർന്നിട്ടില്ല. എന്നാലും ചെറിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. വലിയ രീതിയിൽ ഉയരാത്തത് ആശ്വാസമാണ്. മഴ മാറി നിന്നാൽ വലിയ സ്ഥിതി മോശമാകില്ല. പക്ഷേ ഈ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ പോയത് തലവടി പഞ്ചായത്തിലാണ്. അവിടെ ആ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളുകൾ 2 മാസത്തിനിടെ 5ാമത്തെ തവണയാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മാസത്തിൽ പലതവണ വീട്ടിൽ നിന്ന് മുഴുവൻ സാധനങ്ങളും എടുത്ത് പലായനം ചെയ്യേണ്ടി വരുന്ന മനുഷ്യരുടെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്ന് മാത്രവുമല്ല, ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് തിരിച്ചു ചെന്ന് വീട് വൃത്തിയാക്കുക എന്നുള്ളത് തന്നെ ശ്രമകരമായ ജോലിയാണ്. ഇതിനിടയിൽ നമ്മളുടെ എന്തെല്ലാം വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, നനഞ്ഞു പോയിട്ടുണ്ടാകും. അതിനൊന്നും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ നഷ്ടപരിഹാരമൊന്നും നൽകാറില്ല എന്നുള്ളതാണ് വസ്തുത. എന്ന് മാത്രവുമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലെ ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ഈ 2018 പ്രളയത്തിന് ശേഷം നദികളിലും തോടുകളിലുമൊക്കെ വലിയ രീതിയിൽ എക്കലും ചെളിയും മണ്ണുമൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അത് മാറ്റാനുള്ളൊരു നടപടി, അല്ലെങ്കിൽ അത് സംബന്ധിച്ചൊരു പഠനമെങ്കിലും നടത്തണമെന്നുള്ളൊരു ആവശ്യമുണ്ട്. 7 വർഷത്തിനിപ്പുറവും അത് സംബന്ധിച്ച് യാതൊരു വിധമായ പഠനങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകളോ സർക്കാരുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം.